സെപ്റ്റംബർ 29 ഞായറാഴ്ച കേരളത്തെ സംബന്ധിച്ച് തീവ്ര വ്യഥയുടെ ഒരു ഞായറാഴ്ചയായിരുന്നു അത്. കാരണം എന്താണ് എന്നല്ലേ? കൂരിരുട്ടിൽ ഗർഭിണികളും നവജാത ശിശുക്കളും, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടത്തിയിരിക്കുന്ന കുട്ടികൾ തൊട്ട് എല്ലാത്തരം കുട്ടികളും ഇതിൻ്റെ അകത്ത്, നവജാത ശിശുക്കളും ഇതിനകത്ത് പെടുന്നു. അതുപോലെ തന്നെ പ്രസവ വേദനയോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, പ്രസവത്തിന് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെ എല്ലാ തരക്കാരും. ഒരിക്കലെങ്കിലും പ്രസവിച്ച ഒരു സ്ത്രീ, അതും SATയിലാണ് പ്രസവിച്ചത് എങ്കിൽ തീർച്ചയായും ആ ദിവസത്തെ വലിയ ഭയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളൊരു അനുഭവമാണ് എനിക്കുമുള്ളത്. ഞാനത് നേരത്തെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളതാണ്. SATയിൽ എൻ്റെ ഇളയ മകനെ പ്രസവിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം. അപ്പോൾ എനിക്ക് അന്ന് കറണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ആരോടും വിളിച്ചു പറയാനുള്ള അറിവുണ്ടായിരുന്നു, ഇംഗ്ലീഷിലോ മലയാളത്തിലോ നന്നായി സംസാരിക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് പോലും ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും, അതായത് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ സീനിയർ ഡോക്ടേഴ്സ് ആരും രാത്രിയായാൽ കാണുകയില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഹൗസ് സർജൻസ് മാത്രമായിരിക്കും ഹോസ്പിറ്റലിൽ. ഈ ഹൗസ് സർജൻസ് ആണ്, ഇതാ പത്രത്തിൽ ഞാനിതെപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ അതായത് സിസേറിയൻ നടത്തിയത് ടോർച്ച് വെളിച്ചത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും. നമുക്കറിയാം, എല്ലാ സൗകര്യങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടി സിസേറിയൻ നടത്തിയിട്ട് തുണിയിട്ട് തുന്നിക്കെട്ടുന്നവർ, അതിനകത്ത് മറ്റെന്തെല്ലാം കത്രികയിട്ട് തുന്നിക്കെട്ടുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ ഈ പറയപ്പെട്ട, നമുക്കറിയാം, ഇതുപോലെ ഹൗസ് സർജൻസിയൊക്കെ ചെയ്യുന്ന ഡോക്ടർമാരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഈവൻ സീനിയർ ഡോക്ടർമാർ പോലും അങ്ങനത്തെ തെറ്റുകൾ വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഇങ്ങനെ ടോർച്ച് വെളിച്ചത്തിൻ്റെ സഹായത്തോടെ സിസേറിയൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലും മാറ്റിവെക്കാൻ പറ്റില്ല. കുട്ടിയുടെ ജീവനും അമ്മയുടെ ജീവനും അപകടത്തിലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ ടോർച്ച് വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടി പോലും സിസേറിയൻ നടത്തേണ്ടി വരിക. അപ്പോൾ അങ്ങനെ 4 മണിക്കൂർ മെഡിക്കൽ കോളേജ് SATയിൽ, അതായത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രിയിൽ കറണ്ട് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നാം ആരാണ് അന്തം വിട്ടു പോകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആദ്യം ആരും പഴിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനെ ആയിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എനിക്ക് ഓർക്കാൻ, എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല. ഓരോ നിമിഷം കഴിയുന്നതും ആ സമയം മുഴുവനും ഞാൻ TV-യുടെ മുൻപിലായിരുന്നു. അതായത് ഓരോ നിമിഷം കഴിയുന്തോറും, അന്ന് ഇവിടെയൊന്നും എൻ്റെ വീട്ടിലും കുറേ സമയം കറണ്ട് ഇല്ലാതിരുന്നു. പക്ഷെ കിട്ടിയ സമയത്തൊക്കെ, കറണ്ട് വന്ന സമയത്തൊക്കെ ഞാൻ ആദ്യം നോക്കിയത് SATയിൽ ലൈറ്റ് വന്നോ എന്നായിരുന്നു നോക്കിയത്. കാരണം എൻ്റെ അനുഭവം വെച്ച് ഒരു സ്ത്രീയുടെ ജീവൻ മരണ പോരാട്ടമാണ് പ്രസവം എന്ന് പറയുന്നത്. അങ്ങനെ ആ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കറണ്ട് പോലും ഇല്ലാതിരിക്കുക. ഒരു ഡോക്ടറുടെ സേവനമോ ഹൗസ് സർജൻ്റെ സ്നേഹമോ, ഇപ്പോൾ ഹൗസ് സർജൻ നല്ല മിടുക്ക് ഉള്ള ആളാണെങ്കിൽ ആ സേവനം മതി. കാരണം പണ്ടൊക്കെ വയറ്റാട്ടികളുടെ സഹായത്തോടെയാണ് പ്രസവം നടന്നിരുന്നത്, ആശുപത്രികളിലല്ലായിരുന്നു. അപ്പോഴും ധാരാളം പ്രസവം നടന്നിരുന്നു കേരളത്തിലും ലോകത്ത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ തന്നെ വേണം എന്ന് നിർബന്ധം, അതായത് സീനിയർ ഡോക്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ വയറ്റാട്ടികളൊക്കെ സീനിയർ ഡോക്ടർമാരെക്കാളും കൈ വഴക്കവും മെയ് വഴക്കവും ഒക്കെ ഉള്ള പരിചയസമ്പന്നരായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രക്രിയയാണ് പ്രസവം എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രസവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ആശുപത്രിയിലാണ് 4 മണിക്കൂർ കറണ്ട് ഇല്ലാതിരുന്നത്. അതായത് അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ ഗവൺമെൻറ്റിനെ ഇനി ഒരിക്കലെങ്കിലും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അത്ര വലിയ, അവരുടെ ബന്ധുക്കളും അത്ര വലിയ ഒരു ദുരന്തത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് അവർ നടന്നു പോയത് ആ സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തം ഓർമ്മയുണ്ടല്ലോ, അതിനേക്കാളും എത്രയോ ദുരന്തപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക്. ഇങ്ങനെ ഇരുട്ടിൽ വെളിച്ചമില്ലാതെ പ്രസവവേദന അനുഭവിച്ച് കൈകാലിട്ട് അടിക്കുന്ന ഒരു സ്ത്രീയെ, അങ്ങനെ അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും ആ സമയത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്ര നിഷേധാത്മകമായ രീതിയിൽ പെരുമാറുന്നത് എന്നാണ് എൻ്റെയൊക്കെ മനസ്സിൽ ആദ്യം കടന്നുപോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് KSEBയുടെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തകരാറല്ല ഇവിടെ സംഭവിച്ചത് എന്ന്. കാരണം SATയിലെ വൈദ്യുതി തടസ്സം KSEBയുടെ സപ്ലൈ തകരാർ കൊണ്ടല്ല എന്ന് അസന്നിഗ്ധമായി അടുത്ത ദിവസത്തെ പത്രങ്ങൾ പറയുന്നു.
SITയുടെ HD കണക്ഷൻ ലൈവാണ്. HD കണക്ഷൻ ലൈവാണ് എന്ന് വെച്ചാൽ ഈ KSEBയുമായിട്ട് ഉള്ള ലിങ്ക് അത് ലൈവാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന് വേണ്ട സഹായ സന്നദ്ധതയുമായി KSEB അവിടെ എത്തുകയും ചെയ്തു. അപ്പൊ KSEB PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന് തകരാറാണ്. ആ വിഭാഗത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി KSEBക്കാർ അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ എത്തുമ്പോഴാണ് അറിയുന്നത്, എന്താണ് അറിയുന്നത്, അത് പിന്നെയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ വസ്തുത പത്രങ്ങളിൽ വരുന്നത്. അതായത് മെയിൻ്റനൻസ് സമയത്ത് നടത്താൻ സർക്കാരിൻ്റെ ധനപ്രതിസന്ധി മൂലം SITയുടെ ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് സമയത്ത് നടത്താൻ പണം അനുവദിച്ചില്ല. അങ്ങനെ പണം അനുവദിക്കാത്തത് മൂലം മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് നടത്താതിരുന്നത് കൊണ്ടാണ് ഇത്ര വലിയ ഒരു ഗതികേട് SITക്ക് ഉണ്ടാകുന്നത്. 4 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാവരും വളരെയധികം ദുരിതത്തിൽ. അവിടെയുള്ള ഉണ്ടായ ദുരിതങ്ങൾ എന്താ എന്ന് പത്രക്കാരും അന്വേഷിച്ചിട്ടുണ്ടാവുമോ എന്തോ. അവന് പക്ഷെ പല രോഗികളും പത്രക്കാരോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ രോഗിയല്ല സംസാരിച്ചത്, രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു രോഗി സംസാരിക്കണം, അപ്പോഴാണ് നമുക്കതിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങണമെങ്കിൽ ഞാനിവിടെ അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. നമുക്കറിയാം, കാത്ത് ലാബ് വർക്ക് ചെയ്യുന്നില്ല. 2 കാത്ത് ലാബ് ഉണ്ടായിരുന്നതിൽ ഒന്ന് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ അതായത് കയ്യുറ വരെ രോഗി വാങ്ങിക്കൊടുത്താൽ മാത്രമേ മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തന്നെ നടത്തണമെന്നില്ല. ഓപ്പറേഷൻ അല്ല, സത്യം പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ശുദ്ധിയായിട്ടിരിക്കാൻ വേണ്ടി കയ്യുറ ധരിക്കണമല്ലോ. അങ്ങനെയുള്ള കയ്യുറ പോലും രോഗി കൊണ്ടേ കൊടുക്കേണ്ട ഒരവസ്ഥയാണ് SITയിലല്ല, മെഡിക്കൽ കോളേജിലാകെയുള്ളത്. ഈ SITയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1000-ഓളം ചികിത്സ തേടി 1000-ഓളം പേർ ദിവസം തോറും എത്തുന്ന ആശുപത്രിയാണ് SIT. ഈ ജില്ലയിലുള്ളവർ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വിശ്വസിക്കുന്ന, ഇപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പക്ഷേ പണ്ട് മുതലേ കേരളത്തിലെ മറ്റു മെഡിക്കൽ കോളേജുകളെക്കാളും, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരവസ്ഥ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ മയങ്ങിക്കിടന്നിരുന്ന രോഗിയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടായതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതുപോലെ തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ ഓരോ മെഡിക്കൽ കോളേജിനെയും ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, മെഡിക്കൽ കോളേജുകൾ ഒന്നും തന്നെ നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക്, ലോക നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു മെഡിക്കൽ കോളേജും കേരളത്തിലില്ല. ഉള്ളതിൽ മെച്ചമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അധോഗതിയിൽ തന്നെയാണ്. ഒരു രോഗിക്കും വിശ്വസിച്ച് അവിടെ ചെന്ന് കാര്യം നേടി പോകാൻ കഴിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് അധപ്പതിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണല്ലോ ഈ പറയപ്പെട്ടതുപോലെ, അതായത് എത്ര ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജുകളുടെ, അതായത് സാധാരണ രോഗികളാണ് മെഡിക്കൽ കോളേജുകളിൽ തന്നെ വരുന്നത്. അല്ലെങ്കിൽ പണക്കാരാണെങ്കിൽ അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ പോകാം ഒരാവശ്യം, എമർജൻസി ഉണ്ടായാൽ. പക്ഷേ പാവപ്പെട്ടവർക്ക് അതിന് നിവൃത്തിയില്ല. അങ്ങനെ നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഒരു ഗവൺമെന്റ് ഭരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ SITയിൽ ഈ സംഭവം ഉണ്ടായത് ഈ ഗവൺമെന്റിന്റെ കരണത്തേറ്റ ഒരടിയാണ്. അങ്ങനെ ഗവൺമെന്റ് കണക്കാക്കുന്നില്ലെങ്കിൽ തന്നെയും ജനങ്ങൾ അത് കണക്കിലാക്കണം. ഇത്തരം കരണത്തടി മേറ്റിയ ഗവൺമെന്റ് വീണ്ടും ഒരിക്കൽ ഭരണത്തിൽ വന്ന് ജനങ്ങളെയും സംസ്ഥാനത്തെയും പ്രതിസന്ധിയിലാക്കരുത് എന്നവരുടെ നിശ്ചയത്തോടു കൂടി തന്നെ വേണം ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ മുന്നേറാൻ എന്നാണ് എൻ്റെ റിക്വസ്റ്റ്.